പുതിയ വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ബിന്ദുകുമാർ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫ്ലാഷ് യൂണിറ്റാണ്. അതായത് LED ഫ്ലിക്കർ ചെയ്യാനുള്ള ഒരു ഫ്ലാഷ് യൂണിറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് ഒരു കുഞ്ഞൻ സാധനമാണ്. കുഞ്ഞൻ സാധനം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലാണ് കാണിക്കുന്നത്. അത് നമുക്കൊന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനെന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു LED ലൈറ്റാണിത്, ഫ്ലാഷ് ലൈറ്റിന് ഉപയോഗിക്കാൻ വേണ്ടി. ഇതാണ് ഫ്ലാഷ് ലൈറ്റിൻ്റെ യൂണിറ്റ്. ഈ യൂണിറ്റിനകത്ത് പല മോഡുകളുമുണ്ട്. സ്പീഡ് ഉണ്ട്, അതിൻ്റെ വേറെ മോഡ് മാറ്റി സ്പീഡ് കൂട്ടാം, ലൈറ്റ്. പിന്നെ ഇതിൻ്റെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം, ഇൻപുട്ടും ഔട്ടും നോക്കി വേണം കൊടുക്കാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കറുപ്പും ചുവപ്പുമാണ് രണ്ട് സൈഡിലും കൊടുത്തിട്ട്. അപ്പം അത് കറക്റ്റായി കൊടുക്കണം. പിന്നെ പ്ലസും മൈനസും മാറാൻ പാടില്ല. പ്ലസും മൈനസും മാറിക്കഴിഞ്ഞാൽ അപ്പോഴേ ഈ യൂണിറ്റ് തട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതായത് അതിൻ്റെ ജോലി അപ്പോഴേക്കും തീരും, പിന്നെ അടുത്ത് പുതിയത് വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ഇത് ചെറിയൊരു യൂണിറ്റാണ്. അത് ശ്രദ്ധിച്ച് വേണം അതിൻ്റെ ഇത് കൊടുക്കാൻ വേണ്ടി, ഇന്നും ഔട്ടും. ഇന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി വേണം കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് കൊടുത്ത് നോക്കാം. ഇതിന് വേണ്ട 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ വേണം. പിന്നെ എന്നൊരു സ്ട്രിപ്പർ, ഒരു ഇൻസുലിൻ ടൈപ്പ് എല്ലാം വെച്ചാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് വണ്ടിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. വണ്ടിയിൽ ബൈക്കുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ ബ്രേക്ക് ലൈറ്റ് ഫ്ലിക്കർ ചെയ്ത് കത്തുന്നത്. അതും ഈ ഒരു യൂണിറ്റ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതേപോലെ നമ്മളെ ബസ്സിൽ, ടൂറിസ്റ്റ് ബസ്സുകളിലെല്ലാം ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അതാണ് ഈ ഫ്ലാഷ് ലൈറ്റ് യൂണിറ്റിൻ്റെ ഉപയോഗിച്ചാണ് അത് ഫ്ലിക്കറിങ് അവർ ചെയ്യുന്നത്. അത് പല മോഡുകളിലേക്ക് മാറ്റി ലൈറ്റ് അത് മാറ്റി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഫ്ലാഷ് യൂണിറ്റ് എഴുതിയിട്ടുണ്ട്, അത് 12 വോൾട്ട് എഴുതിയിട്ടുണ്ട്. LED പോകുന്ന ഔട്ടും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. 12 വോൾട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഔട്ട് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് 12 വോൾട്ടിൻ്റെ വയർ, അതിൻ്റെ സ്ലീവ് എടുക്കാം. അതിനൊരു സ്ട്രിപ്പർ ഉപയോഗിച്ച് അതിൻ്റെ സ്ലീവ് എടുക്കണം. രണ്ട് സൈഡും സ്ലീവ് എടുക്കണം. സ്ലീവ് എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു കളർ, നമുക്ക് എല്ലാ കളറും കൊടുത്ത് ചെക്ക് ചെയ്യാം. നമുക്ക് അതിലേക്ക് ഒരു കളർ, നമുക്ക് ഇപ്പോൾ യെല്ലോ എടുക്കാം. യെല്ലോ അതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കൊടുക്കണം. ഇവിടെ LED എന്ന് എഴുതിയിട്ടുണ്ട്, അതിനാണ് നമ്മൾ LED. അതിൽ തന്നെ ചുവപ്പ് പോസിറ്റീവ്, കറുപ്പ് നെഗറ്റീവുമാണ്. അത് കൊടുത്തതിന് ശേഷം ഇതിപ്പം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണിത് ചെയ്യുന്നത്. എന്നാലും നമുക്കൊരു അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു ടേപ്പ് ഒട്ടിച്ച്, അല്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ സോൾഡർ ചെയ്ത് നല്ലതായിട്ട് സ്ലീവ് വാങ്ങിച്ച് അതിനെ ഹീറ്റാക്കി അതിൻ്റെ കറക്റ്റ് ഇതായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ടേപ്പ് ഒട്ടിച്ച് വെച്ച്, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഷോർട്ടാകും. അപ്പോൾ ഇത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള യൂണിറ്റുകളാണ്, അതിപ്പം കേടായി പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം അത് ചെയ്യാം. പിന്നെ അടുത്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ ഫ്ലാഷിംഗ് യൂണിറ്റിൻ്റെ ഈ 2 ചുവപ്പ് വയറും ഒരു കറുത്ത വയറുമാണ്. ഇത് കൊടുക്കുമ്പോൾ തിരിഞ്ഞു പോകാൻ പാടില്ലെങ്കിൽ ഈ യൂണിറ്റ് അപ്പോഴേ അതിൻ്റെ ജോലി തീരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 12 വോൾട്ടിൻ്റെ ഒരു സപ്ലൈ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് കൊടുത്ത് നോക്കാം. ഇതിൻ്റെ അറ്റം കാണുന്നില്ലല്ലോ ഇവിടെ. കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ഇതാണ്, സെൻട്രലാണ്.
അതിൻ്റെ സ്പീഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി എൻ്റെ മോഡ് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇത് വേറൊരു മോഡാണ്, ഫ്ലിക്കറിങ്. ഇത് വേറൊരു മോഡ്, ഇത് വേറൊരു മോഡ്, ഇതിൻ്റെ വേറൊരു മോഡാണ്. പല രീതിയിലും അത് കത്തും. അങ്ങനെ ഇത് ചെറിയൊരു യൂണിറ്റാണ്. നമുക്കൊരു ഇപ്പോൾ അടുത്ത ക്രിസ്മസ് എല്ലാം വരുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ബാക്കി ഒരു പച്ചയും ഒരു ചുവപ്പും കൂടെ ഉണ്ട്, അതുകൂടെ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 3 ലൈറ്റുകളും ഫ്ലാഷ് യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ലൈറ്റുകൾ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒന്ന് മോഡൊന്ന് മാറ്റി നോക്കാം. അത് ബ്ലിങ്കി കത്തുന്നുണ്ട്. അടുത്ത മോഡിലേക്ക് പോവാം. അതൊന്ന് ചെറിയൊരു ഫ്ലിക്കറിങ് ആണ്. പക്ഷേ നമ്മുടെ LED നോക്കി നിൽക്കുമ്പോൾ നമ്മളെ കണ്ണ് നന്നായിട്ട് ചിമ്മുന്നുണ്ട്. LED അധികം നോക്കാതിരിക്കുക. അത് ഫോക്കസ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്കാണ് അടിക്കുന്നത്. ദൂരെ നിന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും കാണാനത്. നേരിട്ട് നോക്കാതിരിക്കുക. അപ്പോൾ അടുത്ത മോഡിലേക്ക് നോക്കാം. ഇതൊരടുത്ത മോഡാണ്. ഇതൊരു വേറൊരു മോഡാണ്. സ്പീഡ് നോക്കാം. ഇത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പീഡ് ശകലം കൂടിയിട്ടുണ്ട്. ഒരു സ്പീഡ് ഉണ്ടെന്ന് നോക്കാം. സ്പീഡ് പല സ്പീഡുണ്ട്. ഒരു സ്പീഡ്, രണ്ടാമത്തെ സ്പീഡ്, മൂന്നാമത്തെ സ്പീഡ്, നാലാമത്തെ സ്പീഡ്, അഞ്ചാമത്തെ സ്പീഡ് കുറച്ച് ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്കിത് ചെറിയ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ ആണെങ്കിൽ ഇത് ഈ ഒരു കുറച്ച് ലൈറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് നമുക്ക് ആ ഒരു പ്രോഗ്രാം നന്നാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഫ്ലാഷ് യൂണിറ്റിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് ഈ യൂണിറ്റിന് 75 രൂപയാണ് ഇതിൻ്റെ വില. ഈ ലൈറ്റിന് അതേപോലെ തന്നെ വില കുറവാണ്, 25 രൂപ എന്തേ ഉള്ളൂ. അപ്പോൾ വാങ്ങിച്ച് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും.